അസ്സലാമലൈക്കും. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വണ്ടിയുടെ ബേസിക് പ്രവർത്തനം എങ്ങനെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് 4 സ്റ്റെപ്പാണുള്ളത്. ഇൻടേക്ക്, കംപ്രഷൻ, എക്സോസ്റ്റ്. അത് ഇൻടേക്ക് വാൾവ് ഓപ്പൺ ആയിട്ട് ഫ്യൂവൽ ആൻഡ് എയർ മിക്സ്ചർ സിലിണ്ടറിലോട്ട് എൻ്റർ ചെയ്യും. അവിടെ നിന്ന് കംപ്രഷൻ നടക്കും. പിന്നെ കമ്പസ്റ്റൻ നടക്കുമ്പോൾ സ്പാർക്ക് പ്ലഗ് നിന്ന് സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്തിട്ട് പിന്നെ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുമ്പോൾ കമ്പസ്റ്റ് ആയ എയർ ആൻഡ് ഫ്യൂൽ മിക്സ്ചർ എക്സോസ്റ്റ് വാൾവ് കൂടെ പുറത്തോട്ട് പോകും. ഇനി നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ വണ്ടിക്കും എയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മെയിനായിട്ട് 3 ഇൻടേക്ക് സോഴ്സ് ഉണ്ട്. ഒന്ന് ടെർബോ ചാർജർ, സെക്കൻഡ് സൂപ്പർ ചാർജർ, തേർഡ് നാച്ചുറലി ആസ്പിറേറ്റഡ്. ഇതാണ് ഒരു ടെർബോ ചാർജറിന്റെ പ്രവർത്തനം. അതിൽ ഒരു ടെർബൈനും ഒരു കംപ്രസർ വീലും ഉണ്ടാവും. ആ എക്സോസ്റ്റ് ഗ്യാസിന്റെ പ്രഷർ കൊണ്ട് ടെർബൈൻ കറങ്ങിയിട്ട് കംപ്രസർ കൂടുതൽ എയർ സക്ക് ചെയ്തിട്ട് എഞ്ചിനിലോട്ട് ഇറക്കും. കൂടുതൽ എയറും കൂടുതൽ ഫ്യൂലും കൂടി കൂടുമ്പോഴാണ് കൂടുതൽ പവർ കിട്ടുക. അപ്പം ടെർബോ ചാർജർ, സൂപ്പർ ചാർജർ പോലത്തെ ഇൻടേക്ക് സോഴ്സ് നമുക്ക് അത്യാവശ്യമാണ്. ഇനി അടുത്തത് സൂപ്പർ ചാർജർ പ്രവർത്തിക്കണമെങ്കിൽ എഞ്ചിൻ്റെ കുറച്ച് ശതമാനമെങ്കിലും പവർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം വണ്ടിയുടെ കുറച്ച് പവർ എടുക്കുന്നതോടെ അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ അത് വർക്ക് ചെയ്യാൻ ബെൽറ്റിന്റെ പവർ ആവശ്യമുണ്ട്. ഈ സൂപ്പർ ചാർജറൊക്കെ പ്രീമിയം വണ്ടിയിലൊക്കെയാണ് ഉണ്ടാവുക. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല മെയിൻ്റനൻസ് ഉണ്ട്. പിന്നെ ടെർബോ ചാർജർ ആണ് കോമൺ ആയിട്ട് എല്ലാ വണ്ടിയിലും ഉണ്ടാവാറ്. ടെർബോ ചാർജർ ആകുമ്പോൾ മെയിനായിട്ട് 2 ടൈപ്പ് ടെർബോ ചാർജേഴ്സ് ഉണ്ട്. ഒന്ന് VGT, വാരിയബിൾ ജോമെട്രിക് ടർബോ. സെക്കൻഡ് വൺ ഈസ് ഫിക്സ്ഡ് ജോമെട്രിക് ടർബോ. ഇനി നാച്ചുറലി ആസ്പിറേറ്റഡിനെ പറ്റി പറയാം. നാച്ചുറലി ആസ്പിറേറ്റഡ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് ഇൻടേക്ക് സോഴ്സിന്റെ യൂസ് ഒന്നും ഇല്ലാതെയാണ് എഞ്ചിനിലോട്ട് എയർ ഇൻടേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗിയർ ബോക്സിനെ പറ്റി പറയാം. ഇതാണ് AMT ഗിയർ ബോക്സ്. മെയിനായിട്ട് ഈ അണ്ടർ 10 lakh ബഡ്ജറ്റിലൊക്കെ ഉള്ള വണ്ടിയിൽ ഉണ്ടാകുന്ന ഗിയർ ബോക്സ് ആണ് AMT ഗിയർ ബോക്സ്. ഇതിൽ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈഡ്രോളിക് ക്ലച്ച് ഉണ്ടാവും. ക്ലച്ചിന്റെ പ്രവർത്തനം മാത്രം ECM വെച്ച് കൺട്രോൾ ചെയ്യും. സെക്കൻഡ് ഗിയർ ബോക്സ് ആണ് ടോർക്ക് കൺവേർട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ വണ്ടിയിലും ഈ പ്രീമിയം വണ്ടി ആണെങ്കിലും ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്യുക. അതിൽ റിലയബിൾ ആണ്. റിഫൈൻമെന്റിന്റെ കാര്യത്തിലും പ്രശ്നങ്ങളില്ല. കംപ്ലൈൻസും കുറവാണ്. അത്യാവശ്യം നല്ല ക്യുക്കാണ്. ഇതാണ് ടോർക്ക് കൺവേർട്ടർ. അടുത്ത DCT ഗിയർ ബോക്സിനെ പറ്റി പറയുമ്പോൾ 2 ക്ലച്ച് ഉണ്ടാവും. ഒരു ക്ലച്ച് ഓഡ് നമ്പേഴ്സ് ഗിയറിലും സെക്കൻഡ് ക്ലച്ച് ഈവൻ നമ്പേഴ്സിലേക്കുമാണ്. അപ്പം ബെറ്റർ ട്രാൻസ്മിഷൻ ആയിരിക്കും. പിന്നെ അതിന് കുറച്ച് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം ഏറ്റവും ബെറ്റർ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. എന്നാലും ഏറ്റവും ക്യുക്ക് ഗിയർ ബോക്സ് ഈസ് DCT. പിന്നെ CVT ഗിയർ ബോക്സ്. നമ്മളെ സ്കൂട്ടറിലും കാര്യങ്ങളിലും എല്ലാം വരുന്ന സെയിം ഗിയർ ബോക്സ് തന്നെയാണ്. ചില വണ്ടികളിൽ ഹോണ്ട സിറ്റി, ജാസിലൊക്കെ വരുന്ന CVT ഗിയർ ബോക്സിലാണ് ഈ CVT വരുന്നത്. കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ ആണ് ഇതിന്റെ പേര്. ഇതിൽ 2 കണക്ടറും ഒരു പുള്ളിയും ഉണ്ടാവും. ഇതിൽ സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇനി IMT ഗിയർ ബോക്സിനെ പറ്റി പറയാം. IMT എന്ന് പറയുമ്പം മാനുവൽ ഗിയർ ബോക്സിന്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ക്ലച്ച് പെഡൽ ഉണ്ടാവില്ല. ഹ്യൂണ്ടായിന്റെ വെന്യൂ, i20 N ലൈനിലും കാര്യങ്ങളിലൊക്കെ IMT വരുന്നുണ്ട്. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാം. അതിൽ ആൻസർ പറയുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഒരു വണ്ടീൻ്റെ പേര് പറഞ്ഞാൽ മതി. ഈ വണ്ടീൻ്റെ പേരും മോഡലും പറയുന്നവർക്കൊരു പ്രൈസ് ഉണ്ട്. R34. യെസ്, കറക്റ്റ് ആൻസർ. എൻ്റെ പേരെന്താ? ഇപ്പോൾ ഇതൊക്കെയാണ് ഒരു വണ്ടിയുടെ ബേസിക് പ്രവർത്തനങ്ങൾ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് പിന്നെ പറയാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വണ്ടിനെ പറ്റി? എന്ത് ഡൗട്ട് ഉണ്ടല്ലോ ചോദിക്കാം. എന്താണ് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള വണ്ടീൻ്റെ പ്രവർത്തനം. താങ്ക് യു.